ഹലോ ഗൈസ്, നമ്മൾ ദുബായിൽ വരുമ്പോഴത്തേക്ക് പഠിച്ച ഫീൽഡിൽ മാത്രമേ ജോലി തേടൂ എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു പിന്നീടുള്ള യാത്ര. എന്താ കാരണമെന്നറിയാവോ? നമ്മൾ പഠിച്ച ഫീൽഡിലുള്ള ജോലി തേടുമ്പോഴത്തേക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു ജോലിക്ക് കയറി, അത് എൻ്റെ ഫീൽഡ് സെയിം ഫീൽഡായിരുന്നു. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിൽ ഓക്കെ എൻ്റെ സെയിം ഫീൽഡ് അല്ലേ എന്നുള്ളതിൽ കയറിയതാ. പക്ഷേ പിന്നീടാണ് ആ പ്രശ്നങ്ങൾ മനസ്സിലായത്. വിസ, സാലറി, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വിസ ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അത് മനസ്സിലായതോടുകൂടി ഓക്കെ, പഠിച്ച ഫീൽഡിലോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര അങ്ങ് നിർത്തി. പിന്നെ നൈസിന് ചെയ്തത്, ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. ആദ്യം വിസയേക്കാൾ ഇമ്പോർട്ടന്റ് ക്യാഷാണ്. നമ്മളൊരു റൂമിൽ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് ഫുഡ് കഴിക്കണമെങ്കിലും എന്തിന് കുറച്ചൊന്ന് വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ പൈസ വേണം. ഇങ്ങനെ ഇരിക്കുമ്പോൾ പലർക്കും തോന്നിയതുപോലെ തന്നെ എനിക്കും തോന്നിയത്, എന്താ ഫീൽ ഉണ്ടായതെന്നല്ലേ, എന്തിനാ വെറുതെ നാട്ടിൽ നിന്നാ പോരായിരുന്നോ, ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിരുന്നു കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നല്ലോന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്ന് ആവണം, അല്ലെങ്കിൽ സർവൈവ് ചെയ്യണം, നാട്ടിലുള്ളവർക്ക് മുമ്പിൽ ഒന്ന് തല ഉയർത്തി നിൽക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പിടിച്ച് പറ്റിയാലേ പറ്റൂ. സോ എക്സ്പീരിയൻസിന് വേണ്ടി ഏത് ഫീൽഡ് ചെയ്യാൻ തയ്യാറായി. പിന്നീട് എന്തായി, ഞാൻ വേറൊരു ഫീൽഡിലേക്ക് ചാടി. അതും വേറെ ഫീൽഡ് എന്ന് പറയുന്നത് എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ഒരു ഫീൽഡിലേക്ക് കിട്ടി, ജോലി ഓക്കെ ആയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ മുകളിലിരിക്കുന്ന തമ്പുരാന്റെ കൃപ കൊണ്ട് നടക്കുമായിരിക്കും അല്ലേ. സോ അതാണ് ഗൈസ് പറഞ്ഞു വന്നത്. നമ്മളിപ്പോ ദുബായിലായാലും ഇനിയിപ്പോ പുറത്ത് എവിടെ പോയാലും ഞാൻ ഇന്നതേ ചെയ്യൂ, ഇന്നതുപോലെ നിൽക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർക്ക് പറ്റിയ നാടേ അല്ല ഈ ദുബായ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് സർവൈവ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിൽ കയറി പറ്റിയേ പറ്റൂ. കാരണം ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവർക്ക് ഇവിടെ പട്ടി വിലയാണ് ഗൈസ്. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയാലും അവർക്ക് നമ്മുടെ ക്വാളിഫിക്കേഷനോ നാട്ടിലെ എക്സ്പീരിയൻസോ ഒന്നും അറിയണ്ട. ആകെ അറിയേണ്ടത് ദുബായിൽ എക്സ്പീരിയൻസ് ഉണ്ടോ അത് മാത്രം. സോ ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ജോലി കയറുക, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വാങ്ങിക്കുക. പിന്നീട് നമ്മുടെ ഫീൽഡ് ഏതാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ബൈ ബൈ.